Vishwa
നമ്മൾ വിശുദ്ധ ബലി അർപ്പിക്കുകയും ജോസഫിനെ കുറിച്ചുള്ള ഒത്തിരി നല്ല കാര്യങ്ങൾ പലരിലും ഷെയർ ചെയ്തത് നമ്മൾ കേൾക്കുകയുണ്ടായി. ജോസഫുമായിട്ടുള്ള എൻ്റെ പരിചയം 10 വർഷത്തേക്കാണ്. 2005 ഞാൻ വരുമ്പോൾ ജോസഫിനോട് പരിചയപ്പെടുകയും പ്രാർത്ഥന ഗ്രൂപ്പിലേക്ക് ക്ഷണിക്കുകയും ദൂരങ്ങളിലായിരിക്കുമ്പോഴും സാധിക്കുന്ന പോലെ വരികയും പങ്കെടുക്കുകയും എല്ലാം ചെയ്തതിന് ഓർക്കുന്നു. പുതിയ ഇടവക രൂപീകരണത്തിലും അനുഭവം പിന്നുള്ള ഓരോ അവസരങ്ങളിലും ഞങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ സൗഹൃദ ബന്ധം ഈ അവസരത്തിൽ അനുവർക്കുകയാണ്. 2009 ഞാനിവിടെ ഈ പള്ളിയിൽ വികാരിയായിട്ട് വരുമ്പോൾ ജോസഫിന്റെ ആ അയൽബന്ധം, സുഹൃത്തുബന്ധം, അതോടൊപ്പം തന്നെ ഈ അടുത്തുള്ള എല്ലാ മലയാളികളുടെയും ബന്ധങ്ങൾ തീർച്ചയായിട്ടും എന്നെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും എനിക്കൊരു വീടുണ്ട് എന്നൊരു തോന്നലുണ്ടാക്കുകയും ചെയ്തു. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ജോസഫ് വിളിക്കും, അച്ഛൻ വെറുതെ ഇരിക്കുകയാണോ? ഞാൻ പറഞ്ഞല്ല, ഞാനെല്ലാവരും ഇറങ്ങുന്നുണ്ട്, അവർ കാണുമോ? തീർച്ചയായിട്ടും ഇങ്ങനെയൊരു സംഭാഷണവും അതോടനുബന്ധിച്ച് വരികയും പലപ്പോഴും പല കാര്യങ്ങളും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത് ഞാൻ ഓർക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് മാങ്ങ പറിക്കാൻ പോയതും മീൻ പിടിക്കാൻ പോയതും എല്ലാം ഓർക്കുന്നു. ജോർജിയുടെ വീട്ടിൽ വരികയും ഞങ്ങൾ ഭക്ഷണങ്ങൾ കഴിച്ച് ഇതിലെല്ലാം യാത്ര ചെയ്തെല്ലാം ഓർക്കുകയാണ്. ഈ ദേവാലയത്തിന്റെ ഓരോ കാര്യത്തിലും ജോസഫിന് താല്പര്യമുണ്ടായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ സഹായിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഈ ദേവാലയത്തിന്റെ, ഈ പാരിഷിന്റെ 100 വർഷത്തെ ആഘോഷത്തില് വളരെ നന്നായിട്ട് ഭാഗമാക്കുകയും ആശയങ്ങൾ പങ്കുവയ്ക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഓർമ്മിക്കുന്നു. ദേവാലയത്തിൽ നിന്നുള്ള ജോസഫിന്റെ യാത്രയ്ക്ക് ഈ പാരിഷ്, ഈ പള്ളിയിലേക്ക് ഈ ശുശ്രൂഷകൾ പങ്കുവെച്ചിട്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഏറെ അഭിമാനം തോന്നി. ഈ ദേവാലയം തെരഞ്ഞെടുത്തതിന് പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുന്നു. ഈ ബലിപീഠത്തിൽ നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ഇവിടെയുള്ളവരുമായിട്ട് സ്നേഹം പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തു. ഇവിടുന്ന് യാത്ര പറയുകയാണ്. വളരെ മനോഹരമായ നമ്മുടെ ആ പ്രാർത്ഥന വളരെ ശ്രദ്ധേയമാണ്. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കൂദാശകളാൽ എൻ്റെ ആത്മാവിനെ ഭാവനം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, നിനക്ക് വന്ദനം പറയുന്നു. ഈ വിശുദ്ധ വാരത്തില് നമ്മുടെ യേശുവിന്റെ മരണത്തെക്കാൾ ഉപരിയായിട്ട് യേശുവിന്റെ ഉയർപ്പിനെയാണ്, അതിനെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. 2000 വർഷങ്ങൾക്ക്
മരിച്ച ഒരു യേശുവിനെ അല്ല ഓർക്കുന്നത്. അന്നും എന്നും എന്നും ജീവിക്കുന്ന ആ ദൈവത്തെയാണ് നമ്മൾ ഓർമ്മിക്കുന്നത്. മരണമില്ലാത്ത ജീവിതത്തിന് ഉടമയായിരിക്കുന്ന, ഇപ്പോഴും എപ്പോഴും നമ്മളുകൂടെ വസിക്കുന്ന ജോസിയേട്ടൻ. ആ ജോസിയേട്ടന് ഓർമ്മിക്കുകയും നമ്മുടെ ഹൃദയങ്ങളിൽ അദ്ദേഹം പങ്കുവച്ചു തന്ന സ്നേഹവും സൗഹൃദവും സൂക്ഷിക്കുകയും ചെയ്യാം. ഈ തിരുക്കർമ്മങ്ങളിൽ ഭാഗവാക്കാനായിട്ട് എത്തിയിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ആരുടെയും പേരെടുത്ത് പറയാതെ എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നമ്മളെല്ലാവരും ഒരു കുടുംബമാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ വിശ്വസിക്കുന്നവരാണ്, ജീവിതത്തെ ആഘോഷിക്കുന്നവരാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം അതാണ്. നമ്മൾ ഒരിക്കലും മരിക്കുന്നില്ല, എന്നും എപ്പോഴും ജീവിച്ചിരിക്കുന്നു. നമ്മുടെ ജോസിയേട്ടന് നമ്മുടെ ഏകാന്ത നിമിഷങ്ങളിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൽ നിന്ന് ഒരു ഫോൺ കോൾ പ്രതീക്ഷിക്കാം. എന്താ ഗുരുതിയിരിക്കുവാണ്, ഞാനെഴുതി വരട്ടെ, നമുക്ക് പറയാം. തീർച്ചയായും കടന്നു വരും. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഹൃദയത്തിൽ അങ്ങേക്ക് എപ്പോഴും സ്ഥാനമുണ്ട്. ഈ ഓർമ്മകളിലൂടെ ഈ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയും നമ്മുടെ നല്ല ബന്ധത്തെ നിലനിർത്തിക്കൊണ്ടു പോകാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജോസിയേട്ടൻ ഇതാ ഇവിടെ എന്നും എപ്പോഴും. ആമേൻ. ആശമുദിച്ചു ഘനകപ്രഭയിൽ കബറിടമൊളിച്ചിന്നും മരണത്തിലെയും നാഥൻ പിതാവും പുത്രനും സർവേശ്വരനായ എന്നേക്കും. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയുടെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കുദാശകളുടെ ആത്മാവിൽ കൃപാവരം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് വന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹമെന്നും നിങ്ങളോടൊക്കെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. Now it is time for viewing the component.
Yes.
beloved brother Jose, in the sure and certain hope that together with all who have died in Christ, he will rise with him on the last day. We give you thanks for the blessings that you have bestowed upon our brother Jose in this life. They are signs to us of your goodness and of our fellowship with the saints in Christ. Merciful Lord, turn towards us and listen to our prayers. Open the gates of paradise for our beloved Jose, and take comfort all those who weep until we all meet with Christ and are with you and with our beloved brother Jose forever. This we ask through Christ our Lord. Amen. എന്റെ സഹോദരനെ, ഞാൻ നിങ്ങളോട് യാത്ര ചോദിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ കരുണ എന്നെ അറിയിക്കണമേ.
ശാന്തിയിൽ മകനേ പൊയ്ക്കൊള്ളുക നിൻ പാപത്തിനു ഞാൻ മാപ്പേകുന്നു. പാപിനിയോടായി കൽപ്പിച്ചതുപോൽ എന്നോടും ഇപ്പോൾ കൽപ്പിക്കണമേ. സന്തതികൾക്കും പുനരധിവാസം നൽകുന്നതിനായി സ്വർഗ്ഗം തന്നെ ഭൂമിയിലിറങ്ങി മഹിതാത്ഭുതമേ വിശുദ്ധകർത്താവിൽ പ്രശംസിച്ചു. വിധിയുടെ ദിവസം മിശിഹാരാജ ശരണം കൈവന്നു പാപികൾ ഞങ്ങൾക്കായി കൃപയുടെ വാതിൽ തുറക്കണമേ. അവൻ നിന്റെ നാഥനാകുന്നു, ദൈവത്തിൻ തിരുമാതാവേ കന്യാമേരി ഞങ്ങൾ ഇരുളിൽ മുങ്ങിയ ഹൃദയങ്ങൾ വിശ്വാസത്തിൻ പ്രഭയാലെ ഉജ്ജ്വലമാക്കിയ സകലേശ വാഴ്ത്തിപ്പാടി നമിക്കുന്നു. ആദ്യം മുതൽ എന്നേക്കുവാമേൻ. ആരാധകരുടെ അർച്ചനകൾ നിന്തിരു സന്നിധി അണയട്ടെ. ദുഷ്ടപിശാചിൻ വഞ്ചനകൾ നാഥാ ഞങ്ങൾ തകർക്കട്ടെ. പുനരുത്ഥാനം നവജീവിതവും അറിയിച്ചുയരും സുവിശേഷത്തിൻ ഇരുസംഘവും
വരുവിൻ വരുവിൻ പ്രഭനെ മുറവോ. പവിത്രമായി പവിത്രീകരിക്കണമേ. ജീവന്റെ മനത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സമർപ്പിക്കാം. പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്നെ വലത്തുഭാഗത്ത് നിർത്തുമാകട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധാസികൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിലേക്ക് നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. നിന്നെ ഞാൻ പ്രവർത്തിക്കും കരുണയുടെ ആശ്രയിച്ചു കർത്താവേ നിൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുദ്ധാനം രക്ഷയുയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായസും. അവരുടെ കീർത്തനങ്ങൾ പാടും മൃഗരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. ആദ്യം മുതലുള്ളവയെല്ലാം തെളിവായി എന്നുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പാപപുത്രൻ റൂഹായേ മൃഗനാം എന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദി മുതൽ എന്നേക്കുവാമേൻ. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മധ്യ ശരീരങ്ങൾ ഉദ്ധാരം നീയേകുന്നു. ദാദാ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ എന്നുദ്ഘോഷിക്കുവിൻ. സർവേശ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ.
ഞാൻ എവിടെ പോകും? എവിടെയൊളിക്കും കർത്താവേ നിൻ സന്നിധി വിട്ടങ്ങോടും ഞങ്ങൾ? ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടലും നിറയുന്നോരേ. പാതാളത്തിലും അവിടും നല്ല വാഴുന്നെവിടെ ഒളിക്കും ഞങ്ങൾ? പൂർണ്ണമായി നീ അറിയുന്നു പാപം വരുന്ന കാരുണ്യം നീ കാണിക്കായിൽ നരകമാകെ നശിക്കും ദൂരം. നാഥാ നിന്നുടെ വാസനങ്ങൾ കൈക്കൊണ്ടവരെ കൈവടിയല്ലേ. എന്നെ സൃഷ്ടിച്ച് എന്റെ മേൽ നീ കൈകൾ വച്ചു, ആദിയിലലിവോടു ജന്മം നൽകി. മർത്യനു നിന്നുടെ രൂപവുമേ, പാപം ചെയ്തു നിനക്കെതിരായി. നാഥാ നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം. അകലിൽ നിന്നു രാജകുമാരി ബലിപീഠത്തിൽ കൂടുചമയ്ക്കും. പ്രാവുകണക്കെ തിരുസവനൂനോ കൂടുതകർത്ത പ്രാക്കളയെല്ലാം. ഉരിയഴിക്കാൻ സർപ്പമണഞ്ഞു കർത്താവേ നിൻ ദിവ്യനിണത്താൽ നേടിയ സഭയെ കൈവടിയല്ലേ. കടലിൽ യാത്ര ചെയ്യുന്നവർ ആഴികടക്കും വർത്തകരെ പോൽ ഊഴിയിലങ്ങനെ നീങ്ങുന്നു നാം. കരയെത്തുമ്പോൾ ധനമില്ലാത്തോ കരയും മറ്റവരാനന്ദിക്കും. ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. നിന്റെ സന്നദ്ധയിൽ നിന്ന് നിങ്ങളെ തിരസ്കരിക്കരുതേ. അന്തിമ ദിവസം മർത്യഗണത്തിൽ ചെയ്തികൾ തൂക്കിയളക്കും നേരം. ക്രിസ്തുവിൽ ദൃഢവിശ്വാസം പാലിച്ചവരാം ഞങ്ങൾക്കെല്ലാം ആനന്ദത്തിൻ പറുദീസായി നൽകണമേ ചിരമക്ഷയ ജീവൻ. കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു, വേദന നിന്നിയ ജീവിതയാനം പെട്ടെന്നങ്ങു നിലച്ചു കഴിഞ്ഞു. കർത്താവേ നിൻ കൽപ്പനയാലേ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു. വിധി ദിവസം നിൻ വിളി കേൾക്കുമ്പോൾ സന്നിധി അണയാൻ വരമരുളേണം. നീതിമാനും സത്യമുള്ളവരും യൗനാനേകിയ സന്ദേശത്താൽ മനസ്സു തിരിഞ്ഞു. അനുതാപത്തോട് ചാക്കുമെടുത്ത ജനമെല്ലാവരും ഉപവാസമിരുന്നു. കരുണാനിധിയാമുലകിൽ നാഥൻ പൊറുതി നമുക്കും നൽകുന്നോരം. ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇത് ശ്രവിക്കുവിൻ. ഉപവാസത്താൽ ഖണ്ഡനിയായും കൂട്ടരുമെന്ന രീതിയിൽ നടന്നു. ഉപവാസത്താൽ ദാനിയേലൻ സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി. കർത്താവേ നീ അമ്പരവീതിയിൽ അന്തിമനാളിൽ അന്ത്യവിധിക്കായണയും നേരം കനിവോട് ഞങ്ങളെ രക്ഷിക്കണം. സിദ്ധന്മാരുടെ നിഴൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോൾ അറുതി വരാത്തോരവികലമോദം പകരണമേ നീ ഞങ്ങൾക്കെല്ലാം. നൈരാശ്യമോടെ വിലപിക്കുന്നേശം വാഗ്ദാനങ്ങൾ തിങ്ങി മുഴങ്ങും കാഹളനാദം ആകാശത്തിൻ
സീമകളെല്ലാം മുഖരിതമാക്കും തിരുവിഹിതങ്ങൾ വായിച്ചവതൻ വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ നിങ്ങൾക്ക് നുറുങ്ങി സ്മൃതിയുടെ കെടുതാം കോട്ടകളെല്ലാം തട്ടി നിരത്തി നാദം നവമോ സ്വർഗമണഞ്ഞോ രജസുതനിയും ജയലാളിതനായി വരുമീതരയിൽ കുരിശിൻ പ്രഭയാൽ പരിവേഷ്ടിതനായി നോക്കിയിരിപ്പൂ മണവാളൻ സുഹൃതസുമങ്ങൾ ചാർത്തിയൊരുക്കി സമലംകൃതരായി വരുവിൻ വരുവിൻ നൃപനെ മുറവോൾ എതിരേൽപ്പതിനായി നീതിമാന്മാരെ കർത്താവിനെ സ്തുതിക്കുവിൻ. സമയമടുത്തു ദൈവമിതാ ന്യായാധിപനായണയുന്നു സ്വീകരണത്തിനൊരുങ്ങിടുവിൻ സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ പരിശുദ്ധന്മാർക്കവനേകും ഞാൻ തന്നെ നിത്യായസ്സും എന്നിൽ ദൃഢമാം വിശ്വാസം ചേർപ്പോനിവിടെ മരിച്ചാലും നൽകും ഞാൻ അവനുത്ഥാനം. ദൈവമേ, ആര് നിനക്ക് തുല്യനാകും? എതിരേൽപ്പിനായി വന്നവരാം കന്യകമാരോടായിരിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നതുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു.